കാലവർഷം അടുത്തതോടെ മുതലപ്പൊഴിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. നിർമ്മാണ രീതി അശാസ്ത്രീയം എന്നാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ വിമർശനം. മുഖ്യമന്ത്രിയെയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയെയും നേരിട്ട് കാണാനും തീരുമാനമുണ്ട്. മന്ത്രി അബ്ദുൽ ഗഫൂർ സ്ഥലം നേരിട്ട് പരിശോധിക്കണമെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ ആവശ്യം. ഈ ആഴ്ച 4 വള്ളങ്ങളാണ് മുതലപ്പൊഴിയിൽ മറിഞ്ഞത്. ചന്ദ്രഗിരി ഡ്രഡ്ജർ പണിമുടക്കിയതിനാൽ ഡ്രഡ്ജിംഗ് നടന്നിട്ട് 3 മാസത്തിൽ ഏറെയായിട്ടുണ്ട്. പുലിമുട്ടിന്റെ നിർമ്മാണത്തിൽ ഇപ്പോഴത്തെ നിർമ്മാണത്തിൽ ആശങ്കയുണ്ട്. അതും ഇപ്പോഴും അശാസ്ത്രീയമായ ഈ രീതിയിൽ തന്നെയാണെന്ന് അടിച്ചു വെച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഫിഷറീസ് മന്ത്രിയെയും ഞങ്ങൾ നേരിട്ട് മത്സ്യത്തൊഴിലാളികൾ കാണാനുള്ള ഒരു ഇതിൽ ഇരിക്കുകയാണ്. നമുക്ക് വിശ്വാസമുണ്ട് അവർ ഈ സ്ഥലത്ത് വരണം. അവർ സ്ഥലത്ത് വന്ന് സ്ഥലം സന്ദർശിച്ചിട്ട് വേണം ഇതിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനുള്ള അനുമതി ഇനി കൊടുക്കാനുള്ളത്. അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇനി പല രീതിയിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ തീരുമാനത്തിലിരിക്കുന്നത്. 2-4 ദിവസത്തിന് മുമ്പ് 2 വള്ളം കല്ലിൽ കയറേണ്ടതാണ്. മെയിനായിട്ടുള്ള വിഷയം ഒരു കാരണവശാലും ഇവിടെ ഡ്രഡ്ജിങ് നടത്തേണ്ട സമയത്ത് ഡ്രഡ്ജിങ് നടത്തിയിട്ടില്ല. അരുൺ സോളമനോട് വിവരങ്ങൾ ചോദിക്കാം. അരുൺ, ഈ മുതലപ്പൊഴി എപ്പോഴും ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക നിറഞ്ഞൊരു പ്രദേശമാണ്. ഇപ്പോൾ ഇത്തവണത്തെ ഈ നടന്നുകൊണ്ടിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായത്? ഷികാസ്, കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ്. കാരണം ഈ മുതലപ്പൊഴിയെ സംബന്ധിച്ച് അതൊരു അപകടപ്പൊഴിയായി, ഒരു മരണപ്പൊഴിയായി മാറിയിട്ട് കുറേ വർഷങ്ങളായി. 2018 മേഴ്സിക്കുട്ടിയമ്മ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ധാരാളം മത്സ്യത്തൊഴിലാളികൾ മരണപ്പെട്ടു തുടങ്ങി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ 86 മത്സ്യത്തൊഴിലാളികൾ, അതിൽ തമിഴ്നാട് അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. പക്ഷേ 39 പേർ മാത്രമാണ് സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ കണക്കിൽ കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ചും 5 ഭാഗത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം ലഭിച്ചിട്ടുള്ളൂ. പക്ഷേ 177 കോടി രൂപയുടെ കേന്ദ്ര സംസ്ഥാനം സംയുക്തമായിട്ട് നടത്തുന്ന പദ്ധതി ആരംഭിച്ച് ഇപ്പോൾ മാസങ്ങൾ പിന്നിട്ടു. പക്ഷേ കണ്ണൂർ അഴീക്കൽ ഹാർബറിൽ നിന്ന് കൊണ്ടുവന്ന ഈ ചന്ദ്രഗിരി ഡ്രഡ്ജർ പണിമുടക്കിയിട്ട് 3 മാസത്തിലേറെയായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടൂർ ഭാഗത്ത് നിന്ന് വരുന്ന ആറിൽ നിന്നും വരുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് ഇപ്പോൾ സ്വാഭാവികമായും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഇവിടുത്തെ ഡ്രഡ്ജിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാവിലെ മത്സ്യബന്ധനത്തിന് പോയി തിരിച്ചു വന്ന വള്ളം സഹിതം അവിടെ അപകടത്തിൽപ്പെട്ടു. പക്ഷേ മണൽ അടിയിലുള്ളത് കൊണ്ട് തന്നെ നിലവിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ടെങ്കിൽ തന്നെയും നിലവിലെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിൽ നടന്നുവരുന്ന ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ DPR കഴിഞ്ഞ സർക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. പുതിയ ഫിഷറീസ് വകുപ്പ് മന്ത്രി വരുമ്പോൾ വലിയ പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കാരണം മുഖ്യമന്ത്രിയായാലും ഫിഷറീസ് വകുപ്പ് മന്ത്രിയായാലും ഈ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഷികാസ്, ഇവിടെ കാലവർഷം അടുക്കുകയാണ്. ഇപ്പോൾ നിർമ്മിക്കുന്ന നിർമ്മാണം, ആ മൗത്ത് പ്രധാനമായിട്ടും വലിയൊരു അപകടമായി മാറിയിരിക്കുന്ന ചെറിയൊരു മൗത്താണ്. ആ മൗത്തിലേക്ക് എത്തുമ്പോൾ തെക്ക് നിന്നായാലും വടക്ക് നിന്നായാലും പടിഞ്ഞാറ് നിന്നുള്ള തിരയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്ന വള്ളം എങ്ങോട്ട് പോകണമെന്നുള്ള അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിവേഗത്തിൽ തന്നെ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇടപെടണമെന്നുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ ഇനി ഈ മുതലപ്പൊഴി ഒരു അപകടപ്പൊഴിയോ ഒരു മരണപ്പൊഴിയോ ആയി മാറാൻ പാടില്ല, അങ്ങനെ നിലനിൽക്കാൻ പാടില്ല.